നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ ഇറങ്ങിയിട്ടെന്ന കാര്യം? കുറച്ച് കഴിയുമ്പോ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കും. അവരോട് നമ്മൾ എന്താ പറയാ? ഇറങ്ങി പോകുന്നതിന് മുമ്പ് നമ്മളോടൊന്ന് ചോദിക്കാൻ തോന്നി അവന്. ഞാൻ പറഞ്ഞു സാർ. അപ്പൊ അപ്പ അമ്മ തെരഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സാറ് ഹോസ്പിറ്റലിൽ നേരെ അങ്ങോട്ട് വരും, അങ്ങനെ ഞാൻ പറഞ്ഞ. ജ്യോതി, നീ അവനൊന്ന് വിളിച്ചു നോക്കി. അവൻ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങിയച്ചാ മതി. അല്ലാതെ അവിടെ ചെന്ന് നാടൻ കാണാൻ എന്നെ കൊണ്ട് വയ്യ. ഇവനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ട കേട്ടോ. ഏട്ടന്റെ ഫോൺ കിട്ടുന്നില്ല. നോക്ക് രഘുവേട്ട, അവൻ നമ്മളോട് പറയാതെ ഈ നേരത്തെ പോയത് തെറ്റ് തന്നെയാ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടും അവന്റെ കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ല, കൂട്ടുകാരൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞപ്പോ അവൻ ഓടിപ്പോയില്ലേ? ആ നല്ല മനസ്സ് കാണാതിരിക്കണ്ട. നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കുന്നത് രഘുവേട്ട. അമ്മ എങ്ങനെ പറയുന്ന ഏട്ടൻ അറിയാച്ചാ. അത് തന്നെ ഏട്ടൻ പോകുന്നതും. നീ ഇനി അച്ഛനെ എരിവ് കയറ്റണ്ട രഘുവേട്ട. നല്ലത് മാത്രമേ അവൻ ചെയ്യൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ അങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? അവൻ സമയത്ത് വന്നോളും. നമുക്കിറങ്ങാം. അല്ലെന്നേ, അത് ഈ നല്ലൊരു കാര്യത്തിന് പോകുമ്പോ നമ്മൾ അമ്പലത്തിൽ കയറുന്ന പതിവില്ലേ? ഇത് അതുപോലൊരു പുണ്യപ്രവൃത്തിയാണ്. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമുക്കിറങ്ങിയേക്കാം. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. ദേ അവിടുത്തെ ചോദ്യങ്ങളൊക്കെ താൻ തന്നെ കൈകാര്യം ചെയ്തോളണം. അത് ഞാൻ ഏറ്റു. ആ എന്നാ ഇറങ്ങിയേക്കാം. വാ. കോവിലിൽ പോണ മാതിരിയാ സ്വന്തം മകന്റെ പ്രവൃത്തി പോലും. മനുഷ്യ ഇങ്ങനെ പാവങ്ങളാകുമോ? ആ പോയവൻ എപ്പ തിരിച്ചു വരുമോ കടവുളെ. ശരവണ, നീ വരുന്നുണ്ടോ? നമസ്കാരം. പ്രസിഡന്റ് നേരത്തെ എത്തിയോ? ഇതിപ്പോ രണ്ടു കുടുംബങ്ങളും നമ്മുടെ സ്വന്തമായി കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ വൈകുന്നത്? ഭാര്യ വന്നില്ലേ? ഇന്ന് മോളെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസാ. അവരങ്ങോട്ട് പോയി. ഓ, നിശ്ചയത്തിനില്ലെങ്കിലും സാരമില്ല, കല്യാണത്തിന് മുഴുവൻ സമയം ഭാമയുണ്ടാവും. അല്ല, നോമ്പൊന്നുമില്ലേ? ഞങ്ങള് ഒന്നിച്ചിറങ്ങാൻ വേണ്ടി തുടങ്ങിയതാ. അവന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ലാണ്ടായി, ബ്ലഡ് വേണം. ജീവന്റെ അതേ ഗ്രൂപ്പ് തന്നെയാ. അവനത് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ. അത് ഗംഭീരായല്ലോ. ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിന്റെ ഐശ്വര്യം പോലെ ഇത്രയും നന്മയുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യ. കൊഞ്ചം കഴിയുമ്പോൾ അറിയാം മകനോട് നന്മ. അവൻ അങ്ങനെയാ. ചുറ്റുമുള്ളവരുടെ കാര്യങ്ങള് അവന് സ്വന്തം കാര്യം പോലെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.